എൻ്റെ അമ്മ ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം എൻ്റെ അമ്മയുടെ വേർപാടാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുപോയി തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും രാത്രിയുടെ അന്ത്യയാമങ്ങളാകും. വലിയ അച്ചടക്കമുള്ള ഒരു അധ്യാപകൻ്റെ അന്തരീക്ഷത്തിൽ ജനിച്ചു വീണ എനിക്ക് ചിലപ്പോൾ വീട്ടിനകത്തേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല. പുറത്ത് കൂരിരുട്ടായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം മകനെ പട്ടിണിക്കിടാൻ കഴിയുന്നത്? ജനലിലൂടെ അമ്മ എനിക്ക് ഭക്ഷണം ഉരുളകളായി ഉരുട്ടിത്തരുമായിരുന്നു. ആ അമ്മ ഉരുട്ടിത്തരുന്ന ഉരുളകൾ ജനലിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ വാങ്ങിക്കഴിക്കുമായിരുന്നു. ആ രാത്രികൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പല അക്രമങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ലഹരിയിൽ നിന്നുണ്ടാകുന്നതാണ്. അമ്മയെ മകൻ കൊന്നിട്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് ജന്മം തന്നതിനുള്ള പ്രതികാരം ഞാൻ തീർക്കുകയാണ്. സാധാരണ ഒരു മകനും അത് പറയാൻ കഴിയില്ല. പക്ഷേ ലഹരിക്കടിമയായ ഒരു മകൻ അത് പറയുന്നു എന്നത് എത്ര ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. നമ്മുടെ അമ്മമാരുടെ വേദനകളും വീർപ്പുമുട്ടലുകൾക്കും പരിഹാരമുണ്ടാക്കാനാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത്. അതൊരു വൻ വിജയമായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. സ്ത്രീ ശക്തിക്ക് മുമ്പിൽ മറ്റാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലഹരി മാഫിയയുടെ അന്ത്യം കുറിക്കുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അതെൻ്റെ മക്കളല്ലല്ലോ, അത് അയലത്തെ മക്കളല്ലേ എന്ന് പറയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കരുതി നമ്മൾ ആരും മാറി നിൽക്കരുത്. കെണിയിൽ വീണത് ആരുടെ മക്കളാണെങ്കിലും അവർ നശിച്ചാൽ നാളെ നശിക്കുന്നത് യുവത്വമാണ്, ഈ സമൂഹമാണ്, ഈ ലോകമാണ്. അതിന് നമുക്ക് അവരെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. തെറ്റാർക്കും പറ്റാം, പക്ഷെ ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കൊല്ലം സിറ്റി പോലീസ് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയ ജ്വാല സ്ത്രീ കൂട്ടായ്മ നിറഞ്ഞ മനസ്സോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. പോലീസിൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് വൈഫൈയും വാക്കി ടോക്കിയും സാറ്റലൈറ്റ് ട്രാക്കിങ്ങും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ 5G ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഒരമ്മയുടെ കണ്ണുകളാണ്. മക്കളുടെ ഒരു ചെറിയ കണ്ണനക്കം, മക്കളുടെ ഒരു ഭാവമാറ്റം, ഫോൺ മാറ്റിവെക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചലനം, അത് കണ്ടാൽ അവിടെ എന്ത് നടന്നുവെന്ന് സ്കാൻ ചെയ്യാൻ, അത് കണ്ടുപിടിക്കാൻ ലോകത്തൊരു പോലീസിന് സാധ്യമല്ല. പക്ഷേ ഒരമ്മയ്ക്ക് അത് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സ് എക്സ്ട്രാ സ്മാർട്ടായ അടിമുടി ഡിജിറ്റലായ ജൻ ഇസഡിൻ്റെയും ജൻ ആൽഫയുടെയും അമ്മമാരാണ് നിങ്ങൾ. ഈ തലമുറയിലെ കുട്ടികളെ വളർത്തുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇന്ന് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും അവൻ്റെ ചലനങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പ്രയാസകരമായ നിലയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ അമ്മ ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം എൻ്റെ അമ്മയുടെ വേർപാടാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുപോയി തിരിച്ചെത്തുമ്പോൾ പലപ്പോഴും രാത്രിയുടെ അന്ത്യയാമങ്ങളാകും. വലിയ അച്ചടക്കമുള്ള ഒരു അധ്യാപകൻ്റെ അന്തരീക്ഷത്തിൽ ജനിച്ചു വീണ എനിക്ക് ചിലപ്പോൾ വീട്ടിനകത്തേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല. പുറത്ത് കൂരിരുട്ടായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം മകനെ പട്ടിണിക്കിടാൻ കഴിയുന്നത്?
ജനലിലൂടെ അമ്മ എനിക്ക് ഭക്ഷണം ഉരുളകളായി ഉരുട്ടിത്തരുമായിരുന്നു. ആ അമ്മ ഉരുട്ടിത്തരുന്ന ഉരുളകൾ ജനലിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ വാങ്ങി കഴിക്കുമായിരുന്നു. ആ രാത്രികൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും, ഏത് വിപരീത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം മക്കളെ ഇത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് അമ്മമാർക്ക് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മക്കളെ തിരുത്താനും കഴിയുന്നത് അമ്മമാർക്ക് മാത്രമാണ്. ഒരമ്മ വിചാരിച്ചാൽ മക്കളെ തിരുത്താൻ കഴിയും. ഒരു പക്ഷേ ഒരച്ഛനേക്കാൾ കൂടുതൽ അമ്മയ്ക്കായിരിക്കും മക്കളെ തിരുത്താൻ കഴിയുന്നത്. നിങ്ങളുടെ അമ്മമാരുടെ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിക്കുക. ഇന്ന് അമ്മമാർക്ക് ആ സ്വാതന്ത്ര്യമുണ്ടോ? സ്വന്തമായ വരുമാനമോ കൂട്ടുകൂടാനോ ഇത്ര ധൈര്യത്തോടെ പുറത്തിറങ്ങി ജീവിക്കാനോ കഴിയുന്ന ഒരു കാലമായിരുന്നോ അന്നത്തേത്? ഇന്ന് ആ പഴയ ചിട്ടകളൊക്കെ നമ്മൾ മാറ്റിമറിച്ചു. സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം ഈ സമൂഹത്തിൽ സ്വാഭാവിക നിയമമായി എഴുതിയവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഒതുങ്ങിക്കൂടിയവരല്ല, അധ്വാനിക്കുന്നവരാണ്, അധ്വാനിച്ചവരാണ്. ആ ധൈര്യവും വിവേകവും കണ്ടാണ് നിങ്ങളുടെ മക്കളും വളർന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഇത്രയും ആത്മവിശ്വാസമുള്ള, ശക്തിയുള്ള, കരുത്തുള്ള ഒരു പുതിയ തലമുറയായി വളർന്നു വന്നത് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആ മിടുക്കന്മാരായ കുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ കണ്ണും നട്ടിരിക്കുന്ന കഴുകന്മാർ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ലഹരി ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് മക്കളുടെ ചിന്താശേഷിയെയും അവരുടെ കഴിവുകളെയും പരിപൂർണമായി നശിപ്പിക്കുന്നു, മസ്തിഷ്കത്തെ തകർക്കുന്നു, തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ അത് പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിൽ നിന്ന് നാം കാണുന്ന പല അക്രമങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ലഹരിയിൽ നിന്നുണ്ടാകുന്നതാണ്. അമ്മയെ മകൻ കൊന്നിട്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് ജന്മം തന്നതിനുള്ള പ്രതികാരം ഞാൻ തീർക്കുകയാണ്. സാധാരണ ഒരു മകനും അത് പറയാൻ കഴിയില്ല. പക്ഷേ ലഹരിക്കടിമയായ ഒരു മകൻ അത് പറയുന്നു എന്നത് എത്ര ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. നമ്മുടെ മക്കളുടെ ബുദ്ധിയെയും ബോധത്തെയും ഇല്ലാതാക്കി മൃഗീയമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്ന അവസ്ഥ എത്രമാത്രം അസഹ്യമാണ്, എത്രമാത്രം ദുഃഖകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ളത്. തുഫാൻ അതിനുവേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. നമ്മുടെ മക്കളെ നേർവഴിക്ക് നയിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ്. നമ്മുടെ അമ്മമാരുടെ വേദനകളും വീർപ്പുമുട്ടലുകൾക്കും പരിഹാരമുണ്ടാക്കാനാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത്. അതൊരു വൻ വിജയമായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. തുഫാൻ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വരുന്ന കോളുകളിൽ ഞാൻ തുറന്നു പറയട്ടെ, ഭൂരിഭാഗവും ഫോൺ കോളുകൾ അമ്മമാരുടേതാണ്, സഹോദരിമാരുടേതാണ്. നാട്ടുകാർ എന്ത് വിചാരിക്കും, കുടുംബത്തിന് നാണക്കേടാകുമോ എന്ന് വിചാരിച്ച് അവരാരും അടങ്ങിയിരിക്കുന്നില്ല. ആ കാലം കഴിഞ്ഞുപോയി. ഇന്ന് ലഹരി മാഫിയക്കെതിരെ പോരാടാൻ, സ്വന്തം മക്കളെ രക്ഷിക്കാൻ അമ്മമാർ ധൈര്യപൂർവം പോലീസിനെ വിളിച്ചു പറയുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. ഒന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മക്കളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധീരതയാണ് നമ്മുടെ അമ്മമാർ കാണിക്കേണ്ടതായിട്ടുള്ളത്. ലഹരിക്ക് അടിമകളാകുന്ന കുട്ടികൾ കുറ്റവാളികളായി ഞങ്ങൾ കാണുന്നില്ല. അവർ മാഫിയയുടെ ഇരകളാണ്. മാഫിയയാണ് അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ച് എത്തിക്കുന്നത്. ഈ മനോഹരമായ കൂട്ടായ്മ കൊല്ലം പോലീസ് നൽകിയിരിക്കുന്ന പേര് എത്രമാത്രം അർത്ഥവത്താണ്. ജ്വാല. ജ്വാലയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്,
അത് ഇരുട്ടിൽ ഉള്ളവർക്ക് ഒരു വഴികാട്ടിയാണ്, വെളിച്ചമാണ്. 2, അതിൻ്റെ മുന്നിലേക്ക് വരുന്ന ഏത് തിന്മയും എരിഞ്ഞില്ലാതാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജ്വാല എന്ന പദത്തിന് വലിയ 2 അർത്ഥങ്ങൾ ഞാൻ കൽപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അഗ്നിജ്വാലകളായി മാറണം. ലഹരിയുടെ ഇരുട്ടിൽപ്പെട്ടു പോയ നമ്മുടെ മക്കളെ വെളിച്ചമാകാനും അവരെ ആ ലഹരി മാഫിയയെ കരിച്ചു കളയാനും അമ്മമാർ ഉണർന്ന് പ്രവർത്തിക്കണം. സ്ത്രീ ശക്തിക്ക് മുമ്പിൽ മറ്റാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലഹരി മാഫിയയുടെ അന്ത്യം കുറിക്കുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. അതെന്റെ മക്കളല്ലല്ലോ, അത് അയലത്തെ മക്കളല്ലേ എന്ന് പറയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കരുതി നമ്മൾ ആരും മാറി നിൽക്കരുത്. കെണിയിൽ വീണത് ആരുടെ മക്കളാണെങ്കിലും അവർ നശിച്ചാൽ നാളെ നശിക്കുന്നത് യുവത്വമാണ്, ഈ സമൂഹമാണ്, ഈ ലോകമാണ്. അതിന് നമുക്ക് അവരെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. തെറ്റാർക്കും പറ്റാം, പക്ഷെ ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മക്കൾ തിരിച്ചു വരുമ്പോൾ അവരെ നെഞ്ചിലേറ്റി അവരെ ഓമനിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് ഓപ്പറേഷൻ തുഫാൻ ആഗ്രഹിക്കുന്നത്. വീണുപോയിടത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരാണ് ഏറ്റവും വലിയ പോരാളികൾ. തളർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ഏറ്റവും വലിയ ശക്തിമാന്മാർ. പശ്ചാത്തപിക്കുന്നവർക്ക് നൽകുന്ന കൈത്താങ്ങാണ് ലഹരി മാഫിയയുടെ കരണത്തടിക്കുന്ന ഏറ്റവും വലിയ മറുപടി. ആ മറുപടിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അണിചേരാം. കൊല്ലത്തിന്റെ പ്രിയപുത്രനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ആർ ശങ്കർ അന്ന് പണ്ട് അമ്മമാരോട് ചോദിച്ചത് ഒരു പിടി അരിയായിരുന്നു. അവരിൽ നിന്ന് ശേഖരിച്ച ഒരു പിടി അരി കൊണ്ടാണ് ഈ നാട്ടിൽ അറിവിൻ്റെ ഒരു തലമുറയെ വളർത്തിയെടുത്തത്. വരും തലമുറയെക്കുറിച്ച് അത്രമാത്രം ചിന്തിച്ച ഒരു വലിയ നേതാവിൻ്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു പിടി അരി ചോദിച്ചെങ്കിൽ അത് വിദ്യാഭ്യാസ വിപ്ലവത്തിനായിരുന്നു. ഇന്ന് കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് എനിക്ക് അമ്മമാരോട് ചോദിക്കാനുള്ളത് മറ്റൊന്നാണ്. നമ്മുടെ കൈകളിൽ നിന്ന് ലഹരി മാഫിയെ തട്ടിയെടുക്കാൻ നോക്കുന്ന നമ്മുടെ മക്കളെ ഒരു പിടിയിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അതിനുള്ള നിശ്ചയദാർഢ്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ലഹരിയുടെ ഇരുട്ടിൽ വീണുപോകുന്ന ഓരോ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് താരാട്ടുപാടിയ കൈകൊണ്ട് അവനെ വീണ്ടും ഓമനിക്കാൻ കഴിയുന്ന ഒരു ജീവിത അവസ്ഥ നമുക്ക് തിരികെ പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഓപ്പറേഷൻ തുഫാൻ ഒരു മഹാദൗത്യമാണ്. കേരളം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ഇത് വെറും പോലീസിന്റെ നടപടിയല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അമ്മമാരുടെയും പദ്ധതിയായി മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്.